നമസ്കാരം. വെക്കേഷനൊക്കെ കഴിഞ്ഞ കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയൊരു സമയമാണിപ്പോൾ. ഈ തകർത്ത് പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികളിൽ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരു ടൈമാണിപ്പോൾ. പനി, ചുമ, ജലദോഷം, ശ്വാസമുട്ടൽ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള രോഗങ്ങൾ ഈ സീസണിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നൊരു അസുഖമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകുകളാണ്. ഈ ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകിന് അധികം ദൂരമൊന്നും പറന്ന് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഡെങ്കിപ്പനി വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. കൊതുകിൻ്റെ വളർച്ചയെ കൊതുകുകൾ പെരുകുന്നതിനെ തടയുക എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ ഡെങ്കിപ്പനി വരുമ്പോൾ ആദ്യം വരുമ്പോൾ സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞും ഈ പനി മാറാതെ നിൽക്കുമ്പോഴാണ് നമ്മളത് ഡെങ്കു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു 2 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനികളൊക്കെ ഉള്ളവർ ഡോക്ടറെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ജലദോഷപ്പനി, വൈറൽ ഫീവർ അങ്ങനെയൊക്കെ ഈ മഴക്കാലത്ത് കണ്ടുവരാറുണ്ട്. 2 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി, ഉന്മേഷക്കുറവ്, വിശപ്പില്ലായ്മ, അമിതമായ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഹെൽപ്പ് തേടേണ്ടത്. മഴക്കാലത്ത് ആസ്മ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ആസ്മയുടെ ഒരു ഹിസ്റ്ററി ഉള്ള കുട്ടികളാണെങ്കിൽ മഴക്കാലത്ത് കൂടുതലായിട്ട് അവർ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. വയറിളക്ക രോഗങ്ങളും വളരെയധികം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സീസണാണ് ഈ മഴക്കാലം. ശുചിത്വക്കുറവ് മൂലമാണ് വയറിളക്ക രോഗങ്ങൾ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. ആഹാര സാധനങ്ങളെല്ലാം ചൂടോടുകൂടി മാത്രം ഭക്ഷിക്കുക. കൂടുതലും അന്നന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ചതോ തണുത്തതായിട്ടുള്ള ഭക്ഷണങ്ങളോ അധികമായിട്ട് കഴിക്കാതിരിക്കുക. പിന്നെ വളരെയധികമായിട്ട് വയറിളക്കം ഉണ്ടെങ്കിലും ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യം.